പഴയതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യങ്ങൾ. അതിലൊരു മാറ്റം. എന്തെങ്കിലും മാറ്റം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം, അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കഠിനാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു വ്യതിയാനം നമ്മളിൽ വരുത്താൻ സാധിക്കും. ദൈവം പാതി മനുഷ്യൻ പാതി എന്നാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, അല്ലേ? ഇവിടെ കേട്ട് കേൾവിയാണ് അതൊക്കെ. ആയിക്കൊള്ളട്ടെ, എന്തും നമുക്ക് കേൾക്കാമല്ലേ, പക്ഷെ എന്തും നമുക്ക് പറയാൻ പാടില്ല. കാരണം വിവിധ സമൂഹ മാധ്യമങ്ങളിൽ എന്തു പറയുന്നു, നമ്മളെന്ത് പറയുന്നു, അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ, ആ തെറ്റിനെ ചൂണ്ടിക്കാട്ടി മാത്രമാണ് ആ മാധ്യമങ്ങൾ നമ്മളെ കിട്ടുന്നത്. തെറ്റില്ല എങ്കിൽ, ഈ ഭൂമിയിൽ തെറ്റില്ല എങ്കിൽ നമുക്ക് ശരിയെ തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പം രണ്ടും നമുക്കിവിടെ വേണം. ഒരു അയൻ, ഇരുമ്പ് തുരുമ്പിക്കാൻ കാരണം എന്താ? വായുവിൻ്റെ പ്രഹരണമുള്ളതും. വായു ഇല്ലായെങ്കിൽ അവിടെ ഈ ഇരുമ്പെന്ന് പറയുന്ന ലോഹം തുരുമ്പിടില്ല. അപ്പം തുരുമ്പ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിനെ പ്രതികരിക്കാൻ, അതില്ലായ്മ ചെയ്യാൻ നമ്മൾ ഒരുപാട് മാർഗങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോഴും ചില കാര്യങ്ങൾ നടത്തിക്കാനും വേണ്ടിയും നമ്മൾ അതേപോലെ ഒരു പ്രതികരണ ശേഷി നമ്മൾക്ക് ചുറ്റും അനാവരണം നമ്മൾ ചെയ്യണം. അത് ചെയ്തേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഒരു തടസ്സങ്ങളെ മാറ്റാനും അതിനെ മറികടക്കാനും നമുക്ക് സാധിക്കും. എന്നിരുന്നാലും ജീവിതത്തിൽ വരുന്ന ചില മാറ്റങ്ങൾക്ക് നമ്മുടെ ചുറ്റുമുള്ള സമൂഹം വിലയിരുത്തുന്നുണ്ട് നമ്മളെക്കുറിച്ച്. ശരിയെ തിരിച്ചറിയാൻ തെറ്റിനെ നമ്മൾ കാണുമ്പോൾ ആ തെറ്റിനെ നമ്മൾ കുറ്റപ്പെടുത്താനോ അതില്ലായ്മ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ശരിയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നല്ല ശക്തനായി ദീർഘവീക്ഷണമുള്ളവരായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.